നിങ്ങൾക്കിപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, PMA സലാമിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ. എന്താണ് ഇവർക്ക് ലൈംഗികതയുമായി ബന്ധപ്പെട്ടും ലിംഗ രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള ഇവരുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ പ്രോ വേർഷനാണ് ഇന്നത്തെ MSF നേതാക്കന്മാർ. മറ്റൊന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ DSU തെരഞ്ഞെടുപ്പാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ DSU തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടപ്പുറത്തെ ദിവസം തന്നെ നടക്കുകയുണ്ടായി, 10-ാം തീയതി. അന്ന് MSFന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആഹ്വാനപ്രകാരം 2000-ഓളം വോട്ടുകൾ ചെയ്തിട്ടുള്ള DSU തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് മുഴുവൻ കീറിയെറിയുകയും വിഴുങ്ങുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. EMS ചെയർ പൂർണ്ണമായും തകർത്തു. മലപ്പുറത്തെ മുഴുവൻ ലീഗ് ക്രിമിനൽമാരും, ക്രിമിനൽ പശ്ചാത്തലമുള്ളതും ക്രിമിനൽസും മുഴുവൻ പേരും ആ ക്യാമ്പസിനെ ചുറ്റി വളഞ്ഞു. കോമ്പൗണ്ട് വാളില്ലാത്ത കാലിക്കറ്റ് സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വേട്ടയാടി. ഓരോ വിദ്യാർത്ഥിയെയും കല്ലെറിഞ്ഞു, ആക്രമിക്കാനും മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ വരെയുള്ള ശ്രമം ഉണ്ടായി. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അടിച്ചു, മുഖത്തടിച്ചു. അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ്. നിങ്ങൾക്കിപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, PMA സലാമിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ. എന്താണ് ഇവർക്ക് ലൈംഗികതയുമായി ബന്ധപ്പെട്ടും ലിംഗ രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള ഇവരുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ പ്രോ വേർഷനാണ് ഇന്നത്തെ MSF നേതാക്കന്മാർ. ആ MSF സംസ്ഥാന പ്രസിഡന്റിനെതിരെ പരാതി കൊടുത്തത് വേറെ സംഘടനയിലെ പെൺകുട്ടികളൊന്നുമല്ലല്ലോ, അതേ സംഘടനയിലെ ഉയർന്ന നേതാക്കന്മാരല്ലേ. അത് ഒത്തുതീർപ്പാക്കുകയാണല്ലോ ചെയ്തത്. ഒരു പെൺകുട്ടിയുടെ മുഖത്തടിക്കുകയായിരുന്നു. അപ്പം അതിനെതിരെ ശക്തമായ പ്രതിഷേധം SFI ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ അതിനെ MSF നേരിട്ടത് കള്ളം പറഞ്ഞുകൊണ്ടും വ്യാജ വാർത്ത നിരത്തിക്കൊണ്ടുമായിരുന്നു. SFIക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ അടിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. പ്രസ് മീറ്റ് വിളിച്ച് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് ധൈര്യത്തിലാണിരുന്നു അത് പറഞ്ഞതെന്നറിയോ? കാലിക്കറ്റ് VC തങ്ങളുടെ കീശയിലുണ്ട് എന്ന വിശ്വാസത്തിലാണ്. RSSകാരനായ VC ആണ് MSF സംസ്ഥാന പ്രസിഡന്റിന്റെ വിശ്വസ്തൻ. RSSകാരായ സേവാഭാരതിയുടെ മുഴുവൻ പരിപാടികൾക്കും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് VC ആണ് MSF സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നത്തെ വിശ്വസ്തൻ. അപ്പോൾ ആ VCയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാനുള്ള എല്ലാ പണിയെടുത്തു. അവസാനം ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. ഹൈക്കോടതിയിൽ പോയി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നു. ഹൈക്കോടതി 31-ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രഖ്യാപിച്ചു. 31-ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് എന്തായാലും നടക്കണം എന്നൊക്കെ വീമ്പ് പറഞ്ഞ, നടക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. കാരണം നടന്നാൽ കാലിക്കറ്റ് സർവകലാശാലയിൽ അമ്പേ പരാജയപ്പെടുമെന്ന് 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ട് പോലും ലഭിക്കില്ല. അത് മനസ്സിലാക്കിയ MSFന്റെ സംസ്ഥാന നേതൃത്വം വീണ്ടും അവിടെ അക്രമം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. ഹോസ്റ്റലിൽ കയറി അക്രമം ഉണ്ടാക്കാൻ നോക്കി, തെരഞ്ഞെടുപ്പ് മാറ്റിവെപ്പിക്കാൻ. ഇതൊന്നും നടക്കുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തകർ പൂർണ്ണമായും അതിൻ്റെ ക്ഷമാക്ഷീലം പഠിച്ച് കൃത്യമായി അതിൽ ഇടപെട്ടപ്പോൾ, തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന ഉത്തമ ബോധ്യത്തിൽ ഇടപെട്ടപ്പോൾ അവർക്ക് അത് മറികടക്കാൻ കഴിഞ്ഞില്ല, അക്രമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഈ 31-ാം തീയതി, കഴിഞ്ഞ ദിവസം 31-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1158 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ചെയർമാൻ അവിടെ വിജയിച്ചു. 1158 തൊട്ട് 1200 വരെയുള്ള ലീഡുകൾക്ക് മുഴുവൻ പാനലിലും SFI വിജയിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. തൊട്ട് തലേ ദിവസം 30-ാം തീയതി പെട്ടെന്ന് വൈകുന്നേരം എവിടുന്നോ അരുളിച്ച വന്നതുപോലെ MSFന്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇലക്ഷൻ ബഹിഷ്കരിക്കുകയാണ്. എന്താ ബഹിഷ്കരിക്കാനുള്ള കാരണം? ഒരു കാരണം പറയാനുണ്ടോ? ആദ്യം പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ CPM ആണ്. എന്നാൽ ഇപ്പോഴത്തെ റിട്ടേണിംഗ് ഓഫീസർ കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസിന്റെ അടുത്ത സജീവ പ്രവർത്തകനുമാണ്. പിന്നെ പറഞ്ഞു ഞങ്ങൾക്കെതിരെ കേസുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ലീഗുകാരെയും കൂട്ടി വന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തച്ചു തകർത്ത ആളുകൾക്കെതിരെ പിന്നെ കേരളത്തിൽ കേസുണ്ടാവില്ലേ? സ്വാഭാവികമായും കേസുണ്ട്. കേസുള്ള ആളുകൾക്ക് ക്യാമ്പസിൽ കയറാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഒരിക്കലുമല്ല. അതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊന്നും ആ ക്യാമ്പസിൽ പഠിക്കുന്നവരായിരുന്നില്ല. ഈ മത്സരിക്കുന്നവരെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീർത്തും
പച്ചക്കള്ളം വിതറിക്കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും കഴിയാത്ത വണ്ണം മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതാക്കന്മാർ മാറി. ഇപ്പോൾ വർഗീയത വിളമ്പാനുള്ള ഇടപെടലാണ് നടത്തുന്നത്.